തെരുവിൽ നിന്ന് കിട്ടുന്ന അനാഥ കുഞ്ഞുങ്ങളെയും രോഗികളെയും തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ സ്നേഹവും പരിചരണവും ആഹാരവും ഒക്കെ നൽകിയിരുന്ന കാരുണ്യത്തിൻ്റെ മാലാഖ മദർ തെരേസയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്കും രോഗികൾക്കും വേണ്ടി മറ്റുള്ളവരോട് നേരെ കൈനീട്ടുന്നതിൽ യാതൊരു ലജ്ജയും തോന്നിയിരുന്നില്ല. ഒരു ദിവസം അവൾ ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ നേരെ തൻ്റെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അവൾ കൈനീട്ടി. അയാൾ ആ കൈയിലേക്ക് കാറിത്തുപ്പി. സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി അവൾ ആ കൈ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയാളുടെ നേരെ തൻ്റെ ഇടത്തുകരം നീട്ടുകയാണ്. അത് അയാളുടെ കണ്ണു തുറപ്പിച്ചു. പിന്നീട് നാം കാണുന്നത് അയാളുടെ ജീവിത അവസാനം വരെ അയാൾ മദർ തെരേസയുടെ ഒരു നല്ല ഉപകാരിയായി മാറിയിരുന്നു എന്ന്. പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, കോപത്തിനൊരിക്കലും കോപത്തെ ശമിപ്പിക്കുവാൻ കഴിയുകയില്ല. മറിച്ച് ക്ഷമയ്ക്ക് കോപത്തെ ശമിപ്പിക്കുവാൻ കഴിയും. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കോപം കൊണ്ട് നേരിടുന്നു എന്നുള്ളതാണ്. എന്നാൽ കോപത്തെ ഒന്ന് സ്നേഹം കൊണ്ട് നേരിട്ട് നോക്കൂ, അവിടെ വ്യത്യാസമുണ്ടാവും. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സന്യാസ ഭവനങ്ങളിലായാലും കോപത്തെ ക്ഷമ കൊണ്ട് നേരിട്ടാൽ അവിടെ സ്നേഹം സംജാതമാകുമെന്നേ. ഗോഡ് ബ്ലെസ് യു.